ഡൽഹി മസൂരി യാത്രയുടെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇതിൽ കാണുന്നത്. ഡൽഹിയിൽ നിന്ന് ഡെറാഡൂൺ വരെ വന്ദേ ഭാരതിലും അവിടെ നിന്ന് കാറിൽ മസൂറിക്ക് പോവുകയായിരുന്നു. വന്ദേ ഭാരത് യാത്ര സാമാന്യം നന്നായിരുന്നു. നല്ല വൃത്തിയുള്ളൊരു ട്രെയിൻ. ഇടയ്ക്കെല്ലാം സ്റ്റാഫ് ഒരു ട്രെയിനിൻ്റെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്ലി സ്റ്റാഫാണ്. പിന്നെ ഭക്ഷണമൊക്കെ സമയത്ത് കിട്ടുന്നു. അതൊക്കെയല്ല നമ്മൾക്ക് ആവശ്യം. കൂടാതെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ നന്നായിട്ടുണ്ട്. ഏതാണ്ട് 4 മണിക്കൂർ 30 മിനിറ്റ് യാത്രയാണ് ഡൽഹിയിൽ നിന്ന് ഡെറാഡൂൺ വരെ. ഡൽഹിയിലെ ആനന്ദ് വിഹാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിൻ യാത്ര പുറപ്പെടുന്നത്. ഏതാണ്ട് 250 കിലോമീറ്റർ ഉണ്ടല്ലോ ഈ ഡൽഹി ഡെറാഡൂൺ ഡിസ്റ്റൻസ്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 9:50 10 മണിയോടുകൂടി അവിടെ ഡെറാഡൂണിൽ എത്തിച്ചേർന്നു. ഇതാണ് ഡെറാഡൂണിൽ രാത്രി തങ്ങിയ റൂം. നല്ല വൃത്തിയുള്ള റൂമാണ്. പക്ഷേ റൂം അല്പം ചെറുതായിരുന്നു. ഇടഭാഗം വളരെ കുറവാണ്. മറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വൃത്തിയൊക്കെ ഉണ്ട്. സ്റ്റാഫൊക്കെ സമയത്ത് സർവീസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. റൂം സർവീസൊക്കെ നന്നായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു റൂം തന്നെയാണ്. അടുത്തതായി ഞങ്ങൾ പോയത് ഡെറാഡൂണിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരെയുള്ള ഒരു റോബേർട്ട്സ് കേവ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ഇതൊരു കേവ്, ഒരു ഗുഹയല്ല. ആക്ച്വലി ഒരു മലയുടെ ഒരു വിള്ളലാണ്. ആ വിള്ളലിൻ്റെ അടിഭാഗത്തു കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. ലോക്കലി അവിടെ ഇതറിയപ്പെടുന്നത് ഗുച്ചു പാനി എന്നാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കള്ളന്മാർ സ്റ്റോളൻ ഗുഡ്സൊക്കെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. നമുക്ക് സ്ലിപ്പേഴ്സൊക്കെ കൂടെ വാടകയ്ക്ക് കിട്ടും. അപ്പോൾ ഒരു സ്ലിപ്പറിന് 10 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ലിപ്പറൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല. ഡെറാഡൂണിൽ നിന്ന് മസൂറിലേക്കുള്ള യാത്ര അവിസ്മരണീയമാണ്. അത് ഒരു മലമടക്കുകളിൽ കൂടി ഉള്ള യാത്രയായതുകൊണ്ട് ഒരു വശത്ത് ഉയർന്ന കൊടുമുടികളും മറുവശത്ത് വളരെ അഗാധമായ കൊക്കകളും ഒക്കെ കാണാം. അതുപോലെ ഇവിടെ കാലാവസ്ഥയും വളരെ സുഖകരമായ കാലാവസ്ഥയാണ്. മലയുടെ മുകളിലെത്തിയുകൊണ്ട് ടെമ്പറേച്ചർ വളരെ കുറവാണ്. പിന്നീട് ഞങ്ങൾ പോയത് അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. മോസി ഫാൾ എന്നാണ് അവിടെ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത്. അത് നമ്മൾ 2 കിലോമീറ്ററോളം കുത്തനെ ഇറക്കമാണ്. അതുപോലെ നമുക്ക് തിരിച്ചും കയറി വരണം. നല്ല ആരോഗ്യമുള്ളവരെ കൊണ്ട് ഇത് പറ്റുള്ളൂ യാത്ര. കാരണം 2 കിലോമീറ്റർ ഇറങ്ങി കയറി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലോ. ഇത് ചെറിയൊരു വാട്ടർഫാളാണ്. ഇതിൻ്റെ അടുത്ത് ഒരു ഒരു വനത്തിന് നടുക്ക് ഒരു ക്ഷേത്രമുണ്ട്. ഒരു കാനന ക്ഷേത്രം, ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു. ഭക്തരെയൊന്നും കാണാനില്ല. ടൂറിസ്റ്റുകളായിട്ട് ഞങ്ങൾ മാത്രം. പിന്നീട് ഞങ്ങൾ പോയത് ചാർദുഖാൻ ലാൽ ടിബ്ബ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കാണ്. അത് മസൂറിലെ ഒരു ഉയർന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു ബൈനോക്കുലറൊക്കെ വെച്ചിട്ടുണ്ട്. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഹിമാലയമൊക്കെ കാണാമെന്ന് പറയുന്നു അവിടെ നിന്ന്. അതിനടുത്ത് തന്നെ ഒരു ബേക്ക് ഹൗസ് ഉണ്ട്. കൂടാതെ ചർച്ചും. ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ. അവർക്ക് ചർച്ചും ബേക്ക് ഹൗസും ഒക്കെ വേണ്ടതാണല്ലോ. ഇതാണ് മസൂറിയിൽ താമസിച്ച റൂം. നല്ല വലിപ്പമുള്ള റൂമായിരുന്നു. സർവീസുകളൊക്കെ കൊള്ളാം. നല്ല വൃത്തിയും ഭംഗിയുമുള്ള റൂം. സുഖകരമായ താമസം. ഇത് മസൂറിയിലെ ദലായ് ലാമ ഹിൽസ് എന്ന് പറയുന്ന ഒരു ഹില്ലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതിൻ്റെ താഴെ നമുക്ക് ഹെലിപ്പാഡും അതുപോലെ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ കാണാം. അവിടുത്തെ പബ്ലിക് സ്കൂളിൻ്റെയാണത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബുദ്ധപ്രതിമ ടിബറ്റൻ റെഫ്യൂജീസ് അവരിവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ മലയുടെ അടുത്ത് തന്നെയാണ്
ഒരു തിബറ്റൻ ബുദ്ധിസ്റ്റ് ടെമ്പിൾ, അതുകൂടാതെ ഒരു ടിബറ്റൻ സ്കൂളുണ്ട് ഇവിടെ അടുത്ത്. ഈ ഇതിലേക്ക് നമുക്ക് ട്രെക്ക് ചെയ്ത് വരണം. ഒരു 400-500 മീറ്റർ കുത്തനെയുള്ള കയറ്റമാണ്. നടന്ന് കയറി വരേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ സുന്ദരമാണ്. ഈ കാണുന്നതാണ് കെംപ്റ്റി ഫാൾ. മസൂറിയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണിത്. മസൂറി ടൗണിൽ നിന്ന് ഇവിടേക്ക് 13 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ, ഈ സ്ഥലത്തിന് അറിയപ്പെടുന്ന പേര് രാംഗാവ് എന്നാണ്. ഈ വാട്ടർഫാള് ഒരു ഏകദേശം 4500 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു നദിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ജലമൊന്ന് വീഴുന്നത് ഒരു ലേക്കിലേക്കാണ്. അപ്പോൾ അത് ആ ലേക്ക് സാമാന്യം വലിയൊരു ലേക്ക് തന്നെയാണ്. അതിൽ നമുക്ക് കുളിക്കുകയും നീന്തുകയൊക്കെ ചെയ്യാം. ഈ കെംപ്റ്റി ഫാളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് നടന്നിറങ്ങി വരാം. അതിന് 500 സ്റ്റെപ്പുകൾ ഇറങ്ങി വരേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ സൈഡുകളിലൊക്കെ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അവിടെ കടകളും മറ്റും ധാരാളമുണ്ട്. നമ്മളത് ഡ്രസ്സുകൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്കിവിടെ അത് വാടകയ്ക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ലോക്കർ സൗകര്യങ്ങളും ഇവിടെ ചെറിയൊരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പോൾ ഈ വാട്ടർഫാൾ നാച്ചുറലാണ്. ഇത് കൂടാതെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കുണ്ട്. അവിടെ നമുക്ക് നീന്തുകയും മറ്റ് ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. കൂടാതെ കുറേ സ്വിങ്ങും കുറേ ഇങ്ങനെയൊക്കെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇവിടെ അടുത്ത തീം പാർക്കിലുണ്ട്. അവിടെ അവർ ചെറിയ തോതിൽ ഫീസ് ഈടാക്കും. കെംപ്റ്റി ഫാളിലേക്ക് ഉള്ള പ്രവേശനം സൗജന്യമാണ്, അതിന് ഫീസൊന്നുമില്ല. അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രദേശം, നല്ലൊരു സുഖകരമായൊരു സ്ഥലമാണിത്. അപ്പോൾ മസൂറിയിൽ എത്തുന്നവർ എല്ലാവരും കൂടെ വിസിറ്റ് ചെയ്യേണ്ടതാണ്. മെയിൻ റോഡിൽ നിന്ന് ഈ കെംപ്റ്റി ഫാളിലേക്കുള്ള നടപ്പാതയുടെ വശങ്ങളിൽ ധാരാളം കടകളുണ്ട്. തുണി മുതൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ ലഭിക്കുന്നതാണ്. കടകളിലൊക്കെ നല്ല തിരക്കും കാണാം. പിന്നെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള ചില അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്ന കടകളും, അതുപോലെ തുണിത്തരങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ, കൂടാതെ നമ്മുടെ ലേക്കിൽ നീന്താൻ ആവശ്യമായ വസ്തുക്കൾ തരുന്ന കടകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഇതിനടുത്ത് തന്നെ മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ മുകളിൽ വരെ വാഹനത്തിലെത്താം. അതിനുശേഷം അല്പം താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാലാണ് ഈ റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റോപ്പ് വേ ഉപയോഗിക്കാം, നടന്നും പോകാം. അങ്ങനെ ഉള്ളൊരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. കെംപ്റ്റി ഫാളിലേക്ക് എത്തുവാൻ ഒരു റോപ്പ് വേ ഓപ്ഷൻ കൂടി ഉണ്ട്. ഇത് താഴേക്കും മുകളിലേക്കും ഉള്ള ചാർജാണ് അവർ ഈടാക്കുന്നത്. 250 രൂപ പെർ ഹെഡ്. കെംപ്റ്റി ഫാളിന് ഈ പേര് വന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ക്യാമ്പ് ടീ എന്നവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നിന്നാണെന്ന് ആണ് ഈ പറയപ്പെടുന്നത്. ഈ കെംപ്റ്റി ഫാൾ സ്ഥിതി ചെയ്യുന്നത് മസൂറിയിലെ രാംഗാവ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. വളരെ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. നല്ലൊരു പ്രദേശം, ഇഷ്ടംപോലെ ആളുകളെ കാണാം. ഈ റോപ്പ് വേയിൽ ഇപ്പോൾ ഉള്ളത് 6 കാറുകളാണ്. 3 എണ്ണം ഒരു സൈഡിലേക്കും അതുപോലെ 3 എണ്ണം മറ്റു സൈഡിലേക്കും. ഇതിനുണ്ട് 250 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് തോന്നുന്നു. ഇത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് നല്ലൊരു യാത്രാമാർഗമാണ്. ഇതിന് താഴെ ആയിട്ടാണ്, താഴെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് താഴെയുള്ള ലേക്കും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഈ സൈഡുകളിൽ കാണുന്ന കടകൾ. ഇതൊക്കെയാണ് ഇവിടെ ആഭരണങ്ങളും അതും ഇതും എല്ലാം ലഭിക്കും. ഇതാണ് മസൂറി ലേക്ക്. ഇതൊരു നാച്ചുറൽ സ്ട്രീമിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു ലേക്കാണ്. അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്താണിത്. ഇവിടെ പെഡൽ ബോട്ടിങ്ങും മറ്റ് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്ക് കൂടിയുണ്ട്. അവിടെ പാരാഗ്ലൈഡിങ്ങും മറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്.
മസൂറിയിലെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായ ബട്ട ഫാളിൻ്റെ പ്രവേശന കവാടമാണ് ഇത്. ഇത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബട്ട. മസൂറിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരം മസൂറി ഡെറാഡൂൺ പാതയിൽ സഞ്ചരിച്ചാൽ നമുക്കിവിടെ എത്തിച്ചേരാം. ഈ ബട്ട ഫാള് ഈ റോഡ് സൈഡിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് എത്തിച്ചേരാൻ പല മാർഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ റോപ്പ് വേ ആണ്. റോപ്പ് വേയിൽ 4 ക്യൂബിക്കിൾസ് ഉണ്ട്. അതിൽ ഒരാൾക്ക് 250 രൂപയാണ് ചാർജ്. ടു ആൻഡ് ഫ്രോ ആണ്. നമുക്ക് താഴേക്ക് കൊണ്ടുപോയിട്ട് അവർ തിരിച്ചു കൊണ്ട് മുകളിൽ കൊണ്ടുവിടും. ഇത്രയാണ് ഇവിടെ ചാർജ്. ഈ റോപ്പ് വേയുടെ സൈഡിൽ കാർ പാർക്കിങ്ങിനൊക്കെയുള്ള സംവിധാനമുണ്ട്. അപ്പോൾ റോപ്പ് വേയിൽ യാത്ര ചെയ്യാൻ ഭയമുള്ളവർക്ക് നടന്നു പോകാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് ഇവിടെ. ബട്ട ഫാളിലിപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഒരു വാട്ടർ തീം പാർക്കുണ്ട്, ഒരു ലേക്ക് പോലെയുണ്ട്. അവിടെ നമുക്ക് ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ പോകുന്ന ഈ റോപ്പ് വേയിൽ താഴേക്കുള്ള യാത്ര ഒരു നല്ലൊരു അനുഭവം നമുക്ക് പ്രദാനം ചെയ്യും. ഈ റോപ്പ് വേയുടെ താഴെയായിട്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു പവർ ഹൗസ് കാണാം. ഈ ബട്ട ഫാള് ഒരു നാച്ചുറൽ സ്ട്രീമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ധാരാളം ടൂറിസ്റ്റുകളോട് എത്തിച്ചേരുന്നുണ്ട്. പല പല ആക്ടിവിറ്റീസ് ഈ അവിടെയുണ്ട്. ബോട്ട് ചെയ്യാം, സ്വിമ്മിങ്, അതുകൂടാതെ അവിടെ ഒരു ജയൻറ്റ് സ്വിങ്ങൊക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിനൊക്കെ അഡീഷണലായിട്ട് അവർ ചാർജ് ചെയ്യും. ഈ ബട്ട ഫാളിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യേക ചാർജൊന്നുമില്ല. അത് ഫ്രീ എൻട്രിയാണ്. പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിൽ സ്വിം ചെയ്യാനൊക്കെയുള്ള വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ലഭിക്കുന്നതായിരിക്കും. ചെറിയ വാടക കൊടുത്താൽ മതി. അതുപോലെ ലോക്കർ സിസ്റ്റവും അവൈലബിൾ ആണ് അവിടെ. ചെറിയ ചെറിയ ടീ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അവിടെ പ്രധാനമായിട്ടും അവിടെ ലഭിക്കുന്ന ഭക്ഷണം മാഗിയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്കവിടെ സെൽഫി പോയിൻറ്റുകളുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെയുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. എന്തായാലും മസൂറിയിൽ വരുന്നവർക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. വെള്ളത്തിനോട് താല്പര്യമുള്ള ആളുകൾക്ക് വെള്ളത്തിൽ നീന്താനും വെള്ളത്തിൽ ഈ നാച്ചുറൽ സ്ട്രീമിൽ കുളിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് പറ്റിയൊരു സ്ഥലം. ഇവിടെ വരുന്നവർ എല്ലാവരും തന്നെ ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഇത് മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു അരുവിയാണ്. ഇതിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. കാരണം മല മുകളിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ടായിരിക്കാം. ഇത് താഴേക്ക് വരുന്ന വഴിക്ക് ഈ ബട്ട ഫാൾ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത് പല പല തട്ടുകളായിട്ടാണ്. വെള്ളച്ചാട്ടം താഴേക്ക് വന്നു, അവിടെ ചെറിയൊരു ലേക്ക് ഫോം ചെയ്തു, അത് വീണ്ടും താഴേക്ക് മറ്റൊരു ലേക്ക് ഫോം ചെയ്തു. അങ്ങനെ 3-4 ലേക്സ്, ചെറിയ ചെറിയ ലേക്കുകളാണിത് ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള കടക്കാരൊക്കെ ഈ ലേക്കിനുള്ളിൽ, അതിന് ഒട്ടും ആഴമില്ല, അപ്പോൾ ലേക്കിനുള്ളിൽ ടേബിളും കസേരയൊക്കെ ഇട്ടിട്ട് ആളുകൾക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലേക്കിന് നടുക്ക് ഇരുന്ന്, മധ്യത്തിലിരുന്ന് വെള്ളത്തിനുള്ളിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ബട്ട ഫാൾ.